ये प्रिय प्रभु का नाम का നിങ്ങളോടുകൂടെ महिमा हो। ഈ സൂം മീറ്റിംഗിൽ പങ്കുകൊള്ളുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ कि ये जूम मीटिंग के द्वारा प्रभु ने एक अच्छा अवसर दिया। ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് കോലാപ്പൂരിലും സാംഗ്ലിയിലും സഹോദരന്മാരെ പോയി കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ദൈവം കൃപ ചെയ്തു. गए गए हफ्तों में मुझे कोल्हापुर और सांगली महाराष्ट्र की जगहों पर जाकर उधर के भाइयों को प्रोत्साहन करने संगति करने के लिए प्रभु ने एक अच्छा अवसर दिया। അതിനുശേഷം പൂനെയിൽ കൂടെ ഇന്നലെ നാസിക്കിലെത്തി. और फिर कल पुणे जाकर परसों पुणे जाकर और कल नासिक में प्रभु ने आने का अवसर दिया। പലപ്പോഴും നിങ്ങളോടുകൂടെ സൂം മീറ്റിംഗിൽ പങ്കുകൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. ചില എനിക്ക് നാട്ടിലായിരിക്കുമ്പോൾ കഴിയാത്ത സാഹചര്യമാണ്. बहुत बार मीटिंग में भाग लेने का अवस्था मुझे मन तो होता है, लेकिन गांव में रहते समय में हर बार जूम मीटिंग में ज्वाइन करने नहीं हो पाता। ഇന്ന് രാത്രിയില് എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഞാൻ വായിക്കാം. इब्रानियों 13, 20 और 21 से हम लोग वचन पढ़कर मनन करेंगे। നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. यस यस 20 और 21 पढ़ा अभी। ഓക്കെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് പിതാവിന്റെ തിരുവിഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുവിഷ്ടം പൂർണ്ണമായി ചെയ്തവൻ. हम जानते हैं कि प्रभु यीशु मसीह है जो पिता परमेश्वर का संपूर्ण सिद्ध इच्छा को पूरा किया। നമുക്കറിയാം 40-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. हम लोग भजन संगीता 40 पढ़ते समय में वहां पर हम देखते हैं कि वहां पर प्रभु दास कहता है कि देखो मैं तेरा इच्छा करने के लिए मैं आ रहा हूँ करके ऐसा बोलकर है वो भूमि पर आया। അതെ, പാപികളും ദുഷ്ടരും ദോഷികളുമായ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുന്നത് അവന് സന്തോഷമായിരുന്നു. और ये परमेश्वर को ये भाया कि उन लोग उन्होंने अपने इकलौते पुत्र को इस दुनिया में भेजे। और प्रभु यीशु मसीह को इस बात का खुशी था कि हम जैसे पापी और द्रोहियों के लिए वो मरे। അതെ, മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നു. और इब्रानियों 12 का शुरुआती भागों में हम पढ़ते हैं कि सामने रखा हुआ आनंद को देखकर उसने लज्जा का ना बातों को परवाह करते हुए सब बातों को प्रभु आनंद से अपमान को हमारे लिए सह लिया। പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ തന്നെ പിതാവിനെ പ്രസാദിപ്പിക്കുകൂടെ അവൻ ചെയ്തു എന്നുള്ളതാണ് ശ്രേഷ്ഠകരമായ ഒരു കാര്യം. और ये सबसे बड़ा श्रेष्ठ बात है कि जिस रीति से प्रभु यीशु मसीह पिता परमेश्वर का इच्छा को पूरा करने आया, उसी के साथ साथ उन्होंने पिता परमेश्वर को तृप्त भी किया। ഇവിടെ 21-ാം വാക്യത്തിൽ പറയുന്നത്, ആ കർത്താവിനാൽ നാം ദൈവഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്നാണ്. और इसलिए 21 में हम पढ़ते हैं कि तुम्हें हर एक भली बातों में सिद्ध करे जिससे तुम उसी की इच्छा पूरी करो, और जो कुछ उसको बाता हो उसे यीशु मसीह के द्वारा हम में उत्पन्न करे, जिसकी बड़ाई युगानुयुग होती रहे। आमीन। അതെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവഇഷ്ടം പൂർണ്ണമായി ചെയ്തത് നമുക്കൊരു മാതൃകയും കൂടെയാണ്. तो एक मनुष्य होने के रीति से पिता परमेश्वर का बातों को इच्छाओं को पूरा करके देने का जो कार्य प्रभु ने किया, वो हम मनुष्य जात के लिए एक बहुत अच्छा आदर्श की बात भी है। അതെ, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്,
पत्रोस का पुस्तक में हम इस रीति से हम पढ़ते हैं। അതെ, ഒരു മാതൃക നമുക്ക് വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് വായിക്കുന്നു. वो हमारे लिए एक आदर्श छोड़ गया है करके हम पढ़ते हैं। ആ, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. पहला पत्रोस उसका 2 का 21वां वाक्य में हम पढ़ते समय में हम ये देखते हैं। അപ്പോൾ ആ, ക്രിസ്തുവേശുവിലൂടെ ദൈവം നിവർത്തിച്ച കാര്യങ്ങള്, അതിന് രണ്ട് വശങ്ങൾ നമുക്കിവിടെ കാണാം. तो यीशु मसीह के द्वारा पिता परमेश्वर का जो इच्छा जो पूरा हुआ है, उसका दो तरफा ഒന്ന് बातें हम देख सकते हैं। ഒന്ന് ക്രിസ്തുവേശു ദൈവ ഇഷ്ടം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമുക്കൊരു മാതൃകയും കൂടെ കാണിച്ചിരിക്കുകയാണ്. उसमें से एक है कि यीशु मसीह ने पिता परमेश्वर का इच्छा को पूरा किया, और दूसरी बात यह है कि उस इच्छा पूरा करने में उन्होंने हमारे लिए एक आदर्श छोड़ गया। ഇതിലൂടെ നാം എല്ലായ്പ്പോഴും ദൈവ ഇഷ്ടത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. जिसके वजह से ये पिता परमेश्वर का ये आग्रह है कि अभी हम लोग उनका परम सिद्ध इच्छा क्या है जानकर जिए। ആ, എല്ലായിടത്തും വേദപുസ്തകം ആദിയോടന്തം പരിശോധിക്കുമ്പോൾ ആ, ദൈവ ഇഷ്ടം നാം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി കാണുന്നു. शुरुआतों में हम देखते समय में परमेश्वर ये चाहता था कि मनुष्य खुद परमेश्वर की इच्छा को ढूंढ कर करे। കാരണം ദൈവം മനുഷ്യനെ സ്വതന്ത്രമായ ഒരു ഇച്ഛയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. क्योंकि परमेश्वर ने मनुष्य को जब बनाते समय में उसको स्वयं इच्छा दिया था, जो उसमें उसको पूरा आजादी था निर्णय लेने के लिए। നമ്മെ ഒരു യന്ത്രമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങളായിട്ടോ ആ, അല്ല ദൈവം സൃഷ്ടിച്ചത്, സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ്. मतलब हमें पूरा परमेश्वर संपूर्ण रीति से नियंत्रण कर कर हमारा इच्छा को दबाकर हम कुछ निर्णय ना ले सके, ऐसा रीति से नहीं, बल्कि इच्छा लेने के लिए, निर्णय लेने के लिए प्रभु ने हमको पूरा आजादी दिया है। അതെ, പ്രത്യേകിച്ച് പാപത്തിൽ വീണുപോയതായ നാം എല്ലായ്പ്പോഴും സ്വന്തം ഇഷ്ടത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്. खास रीति से क्योंकि हम लोग पाप में गिर जाने की वजह से हम लोग हमेशा खुद की इच्छाओं को हम लोग पूरा करने के लिए देखते थे। അപ്പോ ആ, സ്വന്തം ഇഷ്ടവും സ്വന്തം സന്തോഷവും ജഡത്തിന്റെ ഇഷ്ടവും ലോകത്തിലെ കാര്യങ്ങളിലേക്കുമെല്ലാം ആ, അവയൊക്കെ ചെയ്യുവാനും അതിൽ സന്തോഷിപ്പാനും ആണ് നാം പലപ്പോഴും മുൻസ്ഥാനം കൊടുക്കാറുള്ളത്. खुद का इच्छा को पूरा करने, शारीरिक अभिलाषाओं को पूरा करने, जो भी हमें पसंद है उसके उसको पूरा करते रहने के लिए, ऐसा सब बातों को, स्वयं की बातों को हम लोग पहला स्थान देते थे। എന്നാൽ നമ്മുടെ ഇച്ഛാശക്തിയെ ഉപയോഗിച്ച് ദൈവ ഇഷ്ടം തന്നെ എല്ലായിടത്തും തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. परंतु प्रभु का ये इच्छा है कि हमारे इच्छा में हम लोग पूर्ण आश्रय ना रखते हुए परमेश्वर का इच्छा क्या है जानकर परमेश्वर सब बातों में अब हमारे जीवन में नियंत्रण लेकर हमें चलाए, ये परमेश्वर चाहता है। അപ്പോൾ ദൈവേഷ്ടം നിറവേറ്റിയവനായ ക്രിസ്തുവേശുവിലുള്ള കൃപ ഇതിനായി നമുക്ക് ധാരാളമായി നൽകിയിട്ടുണ്ട്. इसलिए परमेश्वर का इच्छा को जानते हुए प्रभु का अनुग्रह से जीने वाला प्रभु यीशु मसीह है, जो संपूर्ण रीति से ये बात जानकर जिया। ഏദനിൽ വെച്ച് തന്നെ ആ, ആദാം ആ, സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് ജീവന്റെ വൃക്ഷം തന്നെ തിരഞ്ഞെടുക്കണം, അതിൽ നിന്ന് തന്നെ മനുഷ്യൻ ഭക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. परमेश्वर का ये आग्रह था कि ईदन वाटिका में ही आदम अपने स्वयं इच्छा से जीवन का वृक्ष का फल लेकर खाए, और जिसके वजह से पूरा मनुष्य जात को आशीष मिले। എന്നാൽ മനുഷ്യവർഗം പരാജയപ്പെട്ടതായിട്ട് നാം കാണുന്നു. परंतु अब देखते हैं, हम क्या देखते हैं कि मनुष्य जात हार गया। എന്നാൽ ഒടുക്കത്തെ ആദാം പൂർണ്ണമായി വിജയിച്ചു. परंतु अंतिम आदम इस विषय में संपूर्ण रीति से जीत गया। അതെ, ക്രൂശിൽ അവൻ നമ്മെയും നമ്മുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് മരിക്കുന്നതിലൂടെ പിതാവിന്റെ ഹൃദയത്തെ സമ്പൂർണമായി പ്രസാദിപ്പിച്ചു. क्रूस में उन्होंने, मनुष्य ने किया हुआ गलती को सुधार कर अपने हमारा जो पाप का और अधर्म की बातों को क्रूस में खत्म कर कर पिता परमेश्वर का इच्छा को यीशु मसीह ने पूरा किया। അതുകൊണ്ടാണ് യേശു കർത്താവും
സഭയെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നിടത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. इसीलिए जहाँ पर प्रभु पहले बार कलीसिया के बारे में, मंडली के बारे में बात करते समय में एक बात कहता है। അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. मती का सुसमाचार में हम पढ़ते हैं। നമുക്ക് പരിചയമുള്ള വചനമാണ്. हम जानते हैं वो भागों को। ആ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. 16-24 में हम पढ़ते हैं। ആ, യേശു പിന്നെയും ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. यीशु ने अपने चेलों से कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप को इनकार करे और अपना क्रूश उठाए मेरे पीछे हो ले। ദൈവഇഷ്ടം തിരഞ്ഞെടുക്കുമ്പോൾ ഈ സ്വയത്തിനൊരു മരണമുണ്ട്, ഒരു വേദനയുണ്ട്. परमेश्वर का इच्छा को पूरा करना का बात को मानकर पूरा करना है तो हमारा स्वयं को इच्छा के लिए एक मृत्यु होना जरूरी है, जिसकी जो हमारे लिए दर्द दर्द की बात है। അതെ, ആരെല്ലാം ആ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയിട്ടുണ്ടോ അവർക്ക് വേദനയും കഷ്ടതയും ഉണ്ടായിട്ടുണ്ട്. जो कोई भी परमेश्वर का इच्छा को पूरा करने का चाहत रखा हो, उन लोगों को बहुत दर्द और वेदना से जाने का अवस्था हुआ है। അതെ, ഫിലിപ്പി ലേഖനം 1:19 പറയുന്നത്, ആ, അവനിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന്റെ നിമിത്തം കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. हम लोग वहां पर फिलिपियो का पुस्तक उसका पहला अध्याय में हम लोग पढ़ते समय में केवल उनका इच्छा को पूरा करने ही नहीं, बल्कि उनको कष्ट उठाने के लिए, दुख उठाने के लिए भी हमको वर मिला है। അതെ, ഈ- അപ്പോൾ ആ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ രീതിയില് ആ, ദൈവ ഇഷ്ടം ചെയ്തതിനാൽ കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. पुराना नियम हो या नए नियम हो, परमेश्वर की इच्छा को पूरा करने के लिए कष्टों से जाना पड़ता है करके ये बात हम देख सकते हैं। അതെ, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. एक उदाहरण हम लोग प्रेरितों का कार्य 14 अध्याय में हम पढ़ते हैं। അപ്പോസ്തലനായ പൗലോസ് കല്ലേറ് കൊണ്ടു. प्रेरित पौलोस फतरवार को सहा। ആ, മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. सब लोगों ने सोचा कि वो शायद मर गया करके। അവര് പൗലോസിനെ വലിച്ചുകൊണ്ട് പട്ടണത്തിന് പുറത്തെറിഞ്ഞു. और फिर उन लोग ने, क्योंकि वो सोचा कि वो मरा है, तो उसका शरीर उठाकर उन लोगों ने शहर के बाहर उसका शरीर को डाल दिया। അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. प्रेरितों का എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. वहां पर हम देखते हैं प्रेरितों का कार्य 14 का 18 में, क्योंकि पौलुस को फतरवार किया और मरा समझकर उसको नगर के बाहर घसीट ले गया। എന്നാല് ശിഷ്യന്മാര് അവരെ ചുറ്റും നിൽക്കയില് ആ, പൗലോസ് എഴുന്നേറ്റു എന്ന് കാണുന്നു. परंतु अगला वाक्य में हम पढ़ते हैं कि जब चेले लोग उसको चारों तरफ घेर कर रोने लगे, तो वो उधर वो तुरंत वो उनके उनके सामने उठकर खड़ा हो गया। അത് കഴിഞ്ഞ് പൗലോസ് ശിഷ്യന്മാരുടെ മനസ്സിനെ എങ്ങനെ ഉറപ്പിച്ചെന്ന് 22-ാം വാക്യം പറയുന്നുണ്ട്. और फिर 22वां वाक्य में किस रीति से उसने चेलों का मन को स्थिर किया करके हम पढ़ते हैं। വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. 22 में हम पढ़ते हैं कि चेलों का मन को स्थिर करते रहे और उन्हें उपदेश देते रहे कि हमें बड़े क्लेशों उठाकर परमेश्वर का राज्य में प्रवेश करना होगा। നാം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ, അതെ, ആ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് നമ്മൾ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. यूहन्ना 1:15 में हम पढ़ते समय में हम देखते हैं कि जितने भी प्रभु यीशु मसीह को ग्रहण करेगा, विश्वास करेगा, परमेश्वर उन्हें पुत्र होने का अधिकार देता है। അതെ, മക്കളെങ്കിൽ അവകാശികളുമാണ്. और रोमियो में हम पढ़ते हैं कि यदि अगर हम बच्चे हैं तो मिरास के हक के अधिकार भी है। അതെ,
ക്രിസ്തുവേശുവിൽ നാം കൂട്ടവകാശികളുമാണെന്നും പറയുന്നു. और उसी में हम आगे पढ़ते हैं कि मसीह में हम लोग सह उत्तराधिकारी है। പിന്നെ എന്തിനാണ് ഇവിടെ ദൈവരാജ്യത്തിൽ കടക്കാൻ കഷ്ടം എന്നൊരു ചോദ്യം വരാം. तो फिर हम लोग ऑलरेडी उत्तराधिकारी बन गए हैं, तो फिर क्यों बहुत क्लेशों को उठा सहते हुए हमें परमेश्वर का राज्य में प्रवेश करना है। അതെ, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചു. और ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന് എഴുതിയിരിക്കുന്നു. और ये इस रीति से विश्व चेलों का मन को ये स्थिर करता रहा कि हमें बहुत क्लेशों से परमेश्वर का राज्य में हमें प्रवेश करना है करके पौलोस उनको प्रोत्साहन करता रहा। അപ്പോൾ വേദപുസ്തകത്തില് എവിടെയും കഷ്ടതയെക്കുറിച്ച് പറയുന്നിടത്ത് തേജസ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. हम लोग वचन में जिधर भी कष्ट के बारे में पढ़ते समय में उसी के साथ साथ महिमादायक भी करेंगे करके वो भाग को भी हम पढ़ते हैं। ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, അതെ, നിത്യ തേജസ് നാം പ്രാപിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. और केवल हम परमेश्वर का राज्य में प्रवेश करें उतना ही नहीं, परमेश्वर ये चाहता है कि वहां पर अनंत काल का मिराज का महिमा को भी हम लोग प्राप्त करें। ये परमेश्वर चाहता है। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ് ഇങ്ങനെയുണ്ട്: നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി, 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്നു എന്നാണ്. वो दूसरा कोरिंथी 4 का 17 हम लोग पढ़ते समय में वहां पर हम पढ़ते हैं कि क्योंकि हमारा पल भर का हल्का सा क्लेश हमारे लिए बहुत ही महत्वपूर्ण और अनंत महिमा उत्पन्न करता जाता है। അപ്പോൾ ലഘുവായ കഷ്ടം, താൽക്കാലികമായ കഷ്ടം, അത് ചിലത് പ്രതിഫലം പ്രാപിക്കാൻ കാരണമായി തീരുന്നു. हमें तो हल पल भर का थोड़ा सा क्लेश हमें क्या करता है कि बहुत सा मिराज हमको उत्पन्न कराने का कारण बन जाता है। പൗലോസ് തന്റെ അനുഭവം പറയുന്നുണ്ട് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ. पौलुस खुद इस विषय में अपना अनुभव में बताते समय में दूसरा कोरिंथी അതെ 12 अध्याय में वो कहता है। അതെ അവിടെ 2-ാം വാക്യം പൗലോസ് പറയുന്നത് എങ്ങനെയാണ്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. वहां पर 12 का 2-ാം 2। വാക്യം. हाँ वाइचो वाइचो। അതെ, 3-ാം വാക്യവും ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. वहां पर दूसरा कोरिंथी 12 അപ്പോൾ का 2 और ഇവിടെ 3 में പല पढ़ते समय में ഭക്തന്മാരുടെയും അഭിപ്രായം, പൗലോസ് കല്ലേറ് കൊണ്ട പൗലോസ് കല്ലേറ് കൊണ്ട മരിച്ചു എന്ന് തോന്നിയ ആ സമയത്ത് മറ്റുള്ളവരെ അദ്ദേഹത്തിന്റെ ശരീരം വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്തെറിഞ്ഞു കളഞ്ഞ ആ സമയത്ത് അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരിക്കണമെന്നാണ് പല വിശുദ്ധന്മാരുടെയും അഭിപ്രായം. तो दूसरा कोरिंथी उसका 12 का 2 और 3 में पढ़ते समय में वहां पर पौलुस अपना अनुभव बताता है कि वो कहता है कि जहां पर वो 14 साल पहले मैं मसीह में एक व्यक्ति को जानता हूँ जो तीसरा स्वर्ग तक उठा लिया गया था करके अपना अनुभव 2 और 3 में वो बताते समय में बहुत से प्रभु का दासों का इस विषय में अभिप्राय है कि जो हमने प्रेरितों का कार्य 14 में हमने जो पढ़ा कि फतरवार मिलकर सहकर मर गया करके जो सोचा था और जिसको नगर के बाहर डाल दिया गया था, उस समय में है शायद पौलुस तीसरा स्वर्ग तक उठाकर उधर का दर्शन देकर आया करके ऐसा बहुत से भाइयों का अभिप्राय है। സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ കഷ്ടതയുണ്ട്. खुद का इच्छा को हटाकर परमेश्वर का इच्छा को जानकर पूरा करने का निर्णय लेकर मसीह जीवन जीने शुरू करेंगे तो ऐसा समय में बहुत सारा कष्ट और क्लेश होगा। ഇതാണ് തേജസ് പ്രാപിപ്പാൻ കാരണമായി തീരുന്നത്. और ये महिमा प्राप्त करने का एक कारण बन जाता है। അത് ഇപ്രകാരമാണ്. और वो इस रीति से है
അതായത് പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. हम देखते हैं कि प्रकृति में एक नियम है। അതിങ്ങനെയാണ്. ആ, മരത്തിന്റെ മേൽ അനേക മരക്കൂട്ടങ്ങളുടെ മേൽ ആ, മലകളൊക്കെ കുന്നുകൂടി കിടന്നതിനാൽ അനേക നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ മരങ്ങൾ കൽക്കരിയായി മാറുന്നത്. अंकल ആ ഭാഗം പിന്നെ പറയാം ഇച്ചിരി ഒന്നുകൂടെ വോയിസ് പറയാം. ബ്രേക്ക് ആയ വോയിസ് ബ്രേക്ക് മരങ്ങളുടെ മേൽ മലകൾ വീണ് മരങ്ങളുടെ മേൽ മർദ്ദവും ചൂടും അനുഭവപ്പെടുന്നതിനാലാണ്. ഓക്കെ, സോറി. പറഞ്ഞു. അതായത് ഭൂകമ്പങ്ങൾ നിമിത്തം വൻ മരങ്ങൾ വീണ് കിടക്കും. हम जानते हैं कि जब भूकंप होते समय में पहाड़े गिर कर पेड़ों के ऊपर गिर जाता है और वो दब जाने के बाद അങ്ങനെ മരങ്ങളുടെ മേൽ ആ, വലിയ ടൺ കണക്കിന് ആ, മണ്ണ് ആ, കു- ആ, കുന്നുകൂടി കിടക്കും. और भूकंप की वजह से കേൾക്കുന്നുണ്ടോ? यस മരങ്ങളുടെ यस മേലെ. भूकंप की वजह से क्या हो जाता है कि ആ, जो मिट्टी है काफी समय तक അങ്ങനെ वो उस पेड़ के ऊपर दब दब जाता है। ആ, അങ്ങനെ മരത്തിന്റെ മേൽ മർദ്ദവും ചൂടും അനുഭവപ്പെടുന്നതിനാലാണ് അത് കരിയായിട്ട് മാറുന്നത്. और वो मिट्टी उस पेड़ के ऊपर दबा दबा रहने की वजह से वो कोयला बन जाता है। ആ, ഈ കൽക്കരിയാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. और ये कोयला है आगे चलकर जलाने के लिए काम आता है। ആ, ഇതൊരു പ്രകൃതിയിലെ നിയമമാണ്. और ये हम देखते हैं कि प्रकृति का एक नियम है। ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിലെ. यही बात है हमारे जीवन में भी। ന- നമ്മുടെ മനുഷ്യ സ്വഭാവത്തിന് എപ്പോഴും ആ, സ്വന്തം ഇഷ്ടം ചെയ്യാനാണ് താല്പര്യം. हमारे हमको हमेशा अपना स्वयं का इच्छा करने का इच्छा बहुत मन होता है। എന്നാൽ ദൈവ ഇഷ്ടം മനഃപൂർവമായി ചെയ്യുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യുന്നവർക്ക് കഷ്ടതയുണ്ട്. इस रीति से परमेश्वर का इच्छा को समझकर जानकर परमेश्वर का इच्छा करने वालों को कष्ट है। അതിലൂടെ കടന്നു പോകുന്നവരെയാണ് ദൈവം തന്റെ മഹത്വത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. और इस रीति से कष्टों को झेल कर पार होने वाले लोगों के लिए परमेश्वर ने उनको महिमा नियुक्त करके रखा है। അപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയാണ്. और कष्टों से क्यों जा रहा है ताकि हम लोग परमेश्वर के लिए लाभदायक हो। അപ്പൊ അപ്പോൾ നമുക്ക് പ്രോത്സാഹനം ലഭിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന വചനം ആശ്വാസകരമാണ്. और जब हम लोग वही पहले पत्रोस का दूसरा अध्याय में पढ़ते समय में जब हम लोग पढ़ते हैं कि प्रभु यीशु मसीह कष्टों से गया बहुत सारे कष्टों से जाकर हमारे लिए एक आदर्श बना करके जब वो भागों को पढ़ते समय में वो हमको एक खुशी और आश्वासन और आनंद देता है। അപ്പൊ അപ്പോസ്തലനായ യോഹന്നാനും വെളിപ്പാട് ലഭിപ്പാൻ കാരണമായി തീർന്നത് അനേക കഷ്ടങ്ങളിലൂടെ താൻ പോയതിലൂടെയാണ്. अपोस्तल जो यूहन्ना भी है उनको യോഹന്നാൻ. प्रकटीकरण का लिखने का कारण भी बहुत सारा कष्टों के जाने की वजह से यूहन्ना को भी वो अनुभव हो गया। അതെ, വളരെ ഉന്നതമായ വെളിപ്പാടുകൾ തന്നിലൂടെ ലഭിപ്പാൻ നമുക്ക് ലഭിപ്പാൻ കാരണമായി തീർന്നു. बहुत अच्छा और ऊंचा रीति से जो है दर्शन उसको मिलने की वजह से प्रकाश मिलने की वजह से हमें प्रकटीकरण मिला। അതെ, ഈ രീതിയില് ക്രിസ്തുവിനെ ദൈവം ശ്രേഷ്ഠമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നവരെയും ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കും. इस रीति से श्रेष्ठ रीति से प्रेरितों को जैसा इस्तेमाल किया उसी रीति से जो कोई भी प्रभु के इसी पद चिन्हों में चलने वाले लोगों को भी प्रभु उसी श्रेष्ठ रीति से इस्तेमाल करेगा। അതെ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം ഒരു ആ, അതുകൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. इसके लिए मसीह का कष्ट आया करके बोलना उधर बात खत्म नहीं हो रहा। അവൻ കഷ്ടം അനുഭവിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. उन्होंने कष्ट भी सहा और परमेश्वर के सिंहासन के महिमा में दाहिने ओर जाकर बैठ गया അപ്പൊ അതിനൊരു പരിണിത ഫലമുണ്ട്. जिसका एक परिणाम फल हुआ।
അതുപോലെ തന്നെയാണ് നാമും അവന്റെ തേജസ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയും നിത്യതയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ശോഭിക്കേണ്ടതിന് വേണ്ടിയുമാണ് നാമും കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടത്. उसी रीति से हमें भी आने वाले युग में शोभादायक और महिमादायक होने के लिए आज हम लोग कष्टों से हम जा रहे हैं। ആരെങ്കിലും സ്വന്തം ഇഷ്ടം ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നതല്ല, ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ അതിനാൽ പരിണിത ഫലം ഉണ്ടാകും. ആ കഷ്ടതയാണ് ആ, തേജസ് പ്രാപിപ്പാൻ കാരണമായി തീരുന്നത്. हमारा स्वाभाविक गलतियों की वजह से, शारीरिक गलतियों की वजह से हम लोग जो कष्ट और उपद्रव सहते हैं उसका कुछ लाभ नहीं, बल्कि प्रभु के नाम के निमित्त जो कष्ट सहता है, दुख उठाता है और विपत्ति में जाता है, प्रभु की वजह से जो जाता है उन्हीं को आने वाले युग में महिमा मिलेगा। അത് നമ്മുടെ കഷ്ടങ്ങള് ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ അത് അല്പകാലമേ ഉണ്ടാകുകയുള്ളൂ. അത് ലഘുവായ കഷ്ടവുമായിരിക്കും. परंतु हम प्रभु के लिए हम लोग जीते समय में हमारे ऊपर जो आया हुआ कष्ट, वो पल भर का हल्का हल्का सा है कष्ट है, थोड़े समय के लिए रहने वाला कष्ट है। എന്നാൽ പ്രാപിക്കാനുള്ള തേജസ് നിത്യമാണ്, അതിന്റെ ഘനവും കൂടും. परंतु जो हमको महिमा जो हमको मिलने वाला है वो बहुत बड़ा है, और वो महिमा का जो वजन जो है वो भी बढ़ेगा। നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് നോക്കാം. കൽക്കരി അത് കത്തിക്കാനുള്ളതാണ്. जैसा पहला हमने उदाहरण हमने देखा था, वो कोयला जो है जलाने के लिए इस्तेमाल किया जाता है। മരം ഒരിക്കലും അത് കത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തീ അതിൽ വ്യാപരിക്കുമ്പോൾ അത് ശോഭിക്കുകയില്ല. जो पेड़ जो है जब वो वृक्ष का हालत में रहते समय में, उसको जलाते समय में वो उतना देर जलकर चमकता नहीं है जैसा कोयला बनने के बाद होता है। എന്നാൽ കൽക്കരിയിലേക്ക് മാറ്റപ്പെടുന്ന ആ പ്രക്രിയയിൽ അത് മർദ്ദവും ചൂടും അനുഭവിക്കേണ്ടി വരും. परंतु वो पेड़ को कोयला बनना रहते समय में उसको मिट्टी का दबाव उसमें लगता है, और उस दबाव में गर्मी में वो एक प्रक्रिया से जाता है। അതെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന വചനമുണ്ട്. और भजन संगीता में हम लोग पढ़ते समय हम इस तरह देते हैं कि परमेश्वर हमारा शरण स्थान है और हमारा ऊंचा बल, और जो चट्टान है, संकटों में सबसे नजदीक रहने वाला अनुभव है हमारा परमेश्वर। നമ്മുടെ കർത്താവും ക്രൂശിൽ മരിക്കുമ്പോൾ അതെ, കുരിശിന് ചുറ്റും നിന്നവരൊക്കെ അവനെ പരിഹസിക്കുകയുണ്ടായി. प्रभु जब क्रूश में मरते समय में क्रूश के आसपास रहने वाले लोगों ने उनका बहुत निंदा किया। കർത്താവിനെ ക്രൂശിച്ച ആ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ടായിരുന്നു. वहां उस समय में क्रूश को यीशु को क्रूश में चढ़ाओ बोलकर निर्णय लेकर उसको चलाने वाला, लोगों को भड़काने वाला एक व्यक्ति था। അതായത് ലൂക്കോസിന്റെ സുവിശേഷം നമ്മളത് വായിക്കുന്നു. लूका का सुसमाचार में हम पढ़ते हैं 23-ാം അധ്യായം 23वां अध्याय അതിന്റെ 47-ാം വാക്യം. 47 में ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. तो वहां पर एक सूबेदार को देखते हैं जहां पर यीशु मसीह का क्रूस का कार्य को क्या क्या हुआ देखकर गवाह के रूप में था, उसने परमेश्वर का एक काम को देखा और परमेश्वर की बड़ाई की। അതെ, അവിടെ ക്രൂശിലുണ്ടായിരുന്ന കള്ളനെയും ഇവിടെ ക്രൂശിക്കാൻ നേതൃത്വം നൽകിയവരുടെയും മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. तो ये लोग, ये एक समय में ये लोग क्रूस में चढ़ाया हुआ दो चोर लोग और ये सूबेदार और उधर के रोम के सेना लोग, ये लोग सब वो लोग थे जो पहला यीशु को क्रूस में चढ़ाया और निंदा करते थे। लेकिन क्रूस में प्रभु का प्रेम को देखकर उसमें से एक चोर और ये एक सूबेदार, वो लोग, उनका मन परिवर्तन हो गया। यस। അപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്
നമ്മുടെ കർത്താവിന്റെ പാതകളെ നമുക്ക് പിൻപറ്റുന്ന കാര്യമായിരുന്നു. और हम लोग जैसे हम लोग देख रहे थे कि प्रभु का जो कष्ट से चला हुआ रास्ता को उसी के चाल चलनों में चलना हमारे लिए लाभदायक है। അവിടെ സ്വ- യ- സ്വയത്തിന്റെ ത്യാഗം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വേദനയുണ്ട്. और जब भी हम लोग अपना स्वयं को हम लोग टुकराते समय में वहां पर दर्द होता है, नुकसान, हमें അതെ, दर्द അവിടെ सहना पड़ता है। ഈ സമയത്താണ് നമ്മുടെ കർത്താവിന്റെ കൃപ നമുക്ക് അധികമായി. ऐसे समय पर കർത്താവ് കൃപ നൽകി നമ്മെ സഹായിക്കും. ऐसा समय में हमें प्रभु हमें अनुग्रह देकर हमें चलाएगा। അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13:21 ഇങ്ങനെ വായിക്കുന്നത്. इसलिए हम लोग इब्रानियों 13 का 21 में हमने पढ़ा। ആ, ആ, എബ്രായ ലേഖനം 13-ാം അധ്യായം 21-ാം വാക്യം. यस, इब्रानियों 13 का 21 में ആ, യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. वहां पर हम एक बात पढ़ते हैं कि यीशु मसीह के द्वारा हमें उत्पन्न करे। അതെ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ക്രിസ്തുവേശുവാണ് നമ്മെ പ്രാപ്തരാക്കുന്നത്. प्रभु पिता परमेश्वर का इच्छा को पूरा करने के लिए मसीह यीशु है, हमें അതെ, उसमें നം- योग्य बनाता है। അതെ, നമ്മുടെ സ്വന്തം ശക്തിയാലും ബുദ്ധിയാലും കഴിവിനാലും ഒന്നും നമുക്ക് ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുകയില്ല. हमारा खुद का काबिलता, हमारा खुद का समझ, हमारा खुद का विचार, ये सब काम नहीं आता। എന്നാൽ ദൈവേഷ്ടം പൂർണ്ണമായി നിവർത്തിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമ്മെ താങ്ങി നടത്തുവാൻ ശക്തനാണ്. परंतु हमें पिता परमेश्वर का इच्छा जो संपूर्ण रीति से पूरा किया हुआ हमारा श्रेष्ठ बड़ा भाई, वो हमें संभालने के लिए योग्य है। അത് ഇന്ന് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. अभी तो हम लोग एक खास समय में हम जी रहे हैं। അത് എവിടെയും ടെക്നോളജി വർദ്ധിച്ചു. सब जगह पर विज्ञान का बढ़ोतरी हो गया। അത് മനുഷ്യന് എല്ലാ സുഖ സൗകര്യങ്ങളും വർദ്ധിച്ചു. और मनुष्य का सब प्रकार का अच्छा अच्छा सुविधा बढ़ चुका है। म्यूट आए। ഓക്കെ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? यस 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 यस। ആ, എൻ്റെ ഒരു സ്നേഹിതന് ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടറാണ്. मेरा एक दोस्त है जो ऑस्ट्रेलिया में डॉक्टर है। അവിടെ അദ്ദേഹത്തിന് അവിടെ ആയിരുന്നപ്പോൾ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. उनको जब वहां पर ऑस्ट्रेलिया में रहते समय में उनको दो बच्चा हुआ। അവരവിടെ വളർന്നു. वो लोग बड़े हो गए उधर ही। അവരവിടെ വളർന്നു. ആ, वहां पर वो लोग അപ്പോൾ बड़े हो गए। ആ, ഈ ഡോക്ടർ വിശ്വാസിയാണ്. और ये डॉक्टर जो मेरा दोस्त है वो एक विश्वासी है। ഈ ഡോക്ടർ മക്കളോട് പ്രാർത്ഥനയുടെ കാര്യവും യേശുക്രിസ്തുവിന്റെ കാര്യവും പറയും. और ये डॉक्टर क्योंकि विश्वासी होने की वजह से अपना बच्चों को प्रभु यीशु मसीह के बारे में और अपना विश्वास के बारे में बताया। അപ്പൊ ആ മക്കള് ചോദിക്കും, പപ്പ എന്താണ് ദൈവത്തിന്റെ ആവശ്യം? तो बच्चे लोग ने एक बार पूछा कि हे पिताजी, परमेश्वर का इच्छा क्या है, उनका जरूरत क्या है। ആ, അല്ല, ദൈവത്തിന്റെ ആവശ്യം എന്താണ്? परमेश्वर ദൈവത്തിൽ का ആശ്രയിക്കേണ്ട ആവശ്യം എന്താണ്? परमेश्वर पर भरोसा कर कर उन पर आश्रय करके ആ, जीने का क्या जरूरत है। കാരണം അവരുടെ നോട്ടത്തില് വേണ്ടതെല്ലാം ഉണ്ട്. क्योंकि उनके पास जरूरत के लिए जीने के लिए सब कुछ है। അപ്പൊ ഇങ്ങനെയുള്ള മനോഭാവമുള്ള തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. तो ऐसा परमेश्वर आश्रय करने से जरूरत है क्या, उसमें पीछे जाने का क्या फायदा करके ऐसा सोचकर जीने वाले पीढ़ी अभी जी रहा है। അതെ. നമുക്ക് ചുറ്റുപാടും അനുകൂലമായ ഒരു സാഹചര്യവുമില്ല. हमारा आसपास का परिस्थिति देखा जाए तो हमारा फायदे के लिए कुछ भी नहीं है।
എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. परंतु अगर परमेश्वर अगर हमारे ओर है तो कौन खिलाफ जा सकता है? ദൈവ ഇഷ്ടം പൂർണ്ണമായി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സഹായകനായി, ജ്യേഷ്ഠ സഹോദരനായി നമുക്ക് എപ്പോഴും കൂടെയുണ്ട്. क्योंकि हमारा प्रभु यीशु मसीह हम पिता परमेश्वर का सारा इच्छा को जानकर कर कर हमें मदद करने के लिए बड़ा भाई के समान हमारे साथ है। അത് നമുക്ക് അവനിൽ ആശ്രയിക്കാം. इसलिए आओ हम उस उन पर आश्रय करें। അതെ, അവനാണ് നമ്മെ എപ്പോഴും പിതാവിലേക്ക് നടത്തുന്നത്. वही है जो हमें हमें हमेशा पिता की ओर हमें चलाता है। അത് മനസ്സിലുള്ള ഒരു പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവമെന്നാണ് അപ്പോസ്തലൻ കർത്താ നമ്മുടെ പിതാവിനെ കുറിച്ച് പറയുന്നത്. और प्रेरित लोग यीशु के बारे में कहता है, या परमेश्वर के बारे में कहता है कि बहुत दयालु और प्रेमी परमेश्वर है जो हमारे ऊपर നാം दया दिखाकर करुणा करता है। അതെ, ഈ ദൈവഭവനത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. इस रीति से हमें एक ईश्वरीय कुटुंब में भवन में लेकर आया है। അതെ, നമുക്കൊരു ഒരു മനസ്സിലുള്ള ഒരു പിതാവും ദൈവേഷ്ടം ചെയ്ത ജ്യേഷ്ഠ സഹോദരനുമുണ്ട്. इस घर में हमारे लिए एक दयालु पिता है जो हमेशा करुणा दिखाता है, और एक बड़ा भाई है जिन्होंने पिता परमेश्वर का पूरा इच्छा करके हमें मदद भी അതെ, करता है। അതെ, ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിനവും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കാം. इस भवन में, इस मसीह स्वर्गीय भवन में अगर हमें जीना है तो हमें हमारा स्वयं का इच्छा को दूर करे। അതെ, എന്നും എപ്പോഴും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അതെ നമ്മുടെ സ്വന്തം ഇഷ്ടവും ദൈവ ഇഷ്ടവും എപ്പോഴും നമ്മുടെ മുൻപിലുണ്ടാവും. हमारे जीवन का हर भाग में, छोटी बात हो या बड़ी बात हो, छोटा घटना हो या बड़ी घटना हो, हमेशा परमेश्वर का इच्छा क्या है जानकर उसी को निर्णय लेकर चलने का वो जो डिसीजन है, वो अवस्था हमारे सामने हमेशा रहेगा। ഈ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. एक वचन पढ़ेंगे। എബ്രായ ലേഖനം 13:21. इब्रानियों का पुस्तक 13 का 21 जो हमने शुरुआत में पढ़ा അതെ, था उसी को हम वापस पढ़ेंगे। അത് 20-21 ഒരിക്കൽ കൂടെ വായിക്കുന്നു. 20 और 21 ആ, पढ़ते हैं। നി- നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. 20 അവരെന്നേക്കും മഹത്വവും. ആമേൻ. 20 और 21 पढ़ेंगे। अब शांतिदाता परमेश्वर जो हमारे प्रभु यीशु को, जो बेड़ों का महान रखवाला है, सनातन वाचा के लहू के गुण से मरे हुओं में से जिलाकर ले आया, तुम्हें हर एक भली बात में सिद्ध करे, जिससे तुम उसकी इच्छा पूरी करो, और जो कुछ उसको भाता है उसे यीशु मसीह के द्वारा हम में उत्पन्न करे, जिसकी बड़ाई युगानुयुग होती रहे। आमीन। ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. आओ इस बात को हम लोग प्रार्थना करें। ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,